ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ദിനം. കർത്താവ് നമ്മളോടും ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത്, ഒന്ന് മനസ്സുവെച്ച് ശരിക്കും സമർപ്പിച്ച് യേശുവിലേക്ക് രൂപാന്തരപ്പെടുക എന്നതാണ്. സുവിശേഷത്തിലേക്ക് രൂപാന്തരപ്പെടുക എന്നതാണ്. കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്കും യാത്ര ആരംഭിച്ചിരിക്കുന്നത് വേഗതയിലാക്കുക എന്നതാണ്. ചരിത്രകാരനായ ജോസഫസ് അദ്ദേഹം ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ജെറുസലേം ദേവാലയത്തിൽ 25,000-ലധികം പേർക്ക് ഒരേ സമയം ബലിയർപ്പണത്തിൽ പങ്കുചേരാം എന്ന് പറയുമ്പോൾ ഇതുപോലെ അടുത്തടുത്തിരുന്നിട്ടല്ല എന്ന് ഓർക്കണം. അത്രയും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം, ഒരേ ഒരു ദേവാലയമേ പാടുള്ളൂ. അതുകൊണ്ട് യഹൂദർക്ക് എല്ലാവർക്കും വന്ന് പങ്കുചേർന്ന് ബലിയർപ്പിക്കാൻ പറ്റുന്ന ദേവാലയമാണ് അക്കാലത്ത് പണി കഴിപ്പിച്ചത്. ആ ദേവാലയത്തിൽ 700ഓളം പുരോഹിതരാണ് ഒരേ സമയം ബലിയർപ്പണത്തിൽ സഹകാർമ്മികരായി പങ്കുചേർന്നുകൊണ്ടിരുന്നത്. 700ഓളം പുരോഹിതരും ലേവ്യരും അടക്കമുള്ളവർ. ചരിത്രകാരനായ ജോസഫസ് പറയുകയാണ്, ഈ 10-25,000 ജനങ്ങളും 700ഓളം പുരോഹിതരും ബലിയർപ്പിക്കുമ്പോൾ അർപ്പിക്കുന്നവരാകട്ടെ, അർപ്പിക്കുന്ന പുരോഹിതരാകട്ടെ, ഒരൊറ്റ വൈദികൻ നിന്ന് ബലിയർപ്പിക്കുന്നത് പോലെ അത്രമാത്രം സൂക്ഷ്മതയോടും തീഷ്ണതയോടും ഏകാഗ്രതയോടും കൂടി കർത്താവിൻ്റെ ബലി അർപ്പിക്കുന്നു പുരോഹിതർ. ദൈവജനമാകട്ടെ, ഈ ലോകത്തിൽ ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന ചിന്തയിൽ തൻ്റെ മുന്നിലോ പിന്നിലോ വശങ്ങളിലോ അല്ലെങ്കിൽ ദേവാലയം മുഴുവനിലോ ആരെങ്കിലും മറ്റൊരാളുണ്ട് എന്ന ചിന്തയില്ലാതെ താനും ദൈവവും ദൈവത്തിൻ്റെ ബലിയിൽ താൻ മാത്രം പങ്കുചേരുന്നു എന്ന നിലയിൽ അത്രമാത്രം ഏകാഗ്രതയോടെ ദൈവജനവും പങ്കുചേരുന്നു. ഈ ദൈവജനം ദേവാലയത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച്, അത് ആദിമസഭയിലെ ദൈവജനത്തെക്കുറിച്ചാണ്. സെൻറ്റ് ജോൺ ക്രിസ്റ്റോസ്റ്റം പറയുന്നത്, ആദിമസഭയിലെ ആദ്യത്തെ ആ വിശ്വാസത്തിൻ്റെ പൂർവികർ വന്നിരുന്നത് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരമമായ സാന്നിധ്യം ദേവാലയത്തിൽ സക്രാലിൽ ഉണ്ട് എന്ന തിരിച്ചറിവിൽ അവർ താണുവണങ്ങി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വച്ചിരിക്കുമ്പോൾ പല കുഞ്ഞുങ്ങളും ആ വാതിൽപ്പടിയിൽ വരുമ്പോൾ തന്നെ, വാതിൽക്കൽ വരുമ്പോൾ തന്നെ അഗാധമായ, ഞാൻ ഏതോ 1-2 സമയം കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ, അഗാധമായ ആരാധന നടത്തിയിട്ടാണ് അവർ ഇവിടെ വന്ന് ഇരിക്കുകയും ഇവിടെ വന്ന് മുട്ടുകുത്തി നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. കൂടപ്പിറപ്പുകളെ, ആദിമസഭയിലെ ആ വിശ്വാസ സമൂഹം എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് ഉയർന്നതെന്ന് ചോദിച്ചാൽ, അവർ ദേവാലയത്തെയും ദേവാലയത്തെ പൗത്രീകരിക്കുന്ന ജനത്തെ പൗത്രീകരിക്കുന്ന ക്രിസ്തുവിനെയും അവർ ഏറ്റവും വിലപ്പെട്ടതായി കണ്ടതുകൊണ്ട് അവർ പ്രവേശിക്കുന്നത് സാധാരണ ഒരിടത്തിലേക്കല്ല, ദൈവത്തിൻ്റെ ആലയത്തിലേക്കാണെന്ന് ഒരു 100 തവണ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഈ യാത്ര പുറപ്പെട്ട് ദേവാലയത്തിലേക്ക് വരുന്നവരാണ്. അതുപോലെ താണുവണങ്ങി ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിക്കുക. നിലംപറ്റെ ചുംബിച്ച് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്ന പതിവ് നമ്മുടെയൊക്കെ കാരണവന്മാർക്കുണ്ടായിരുന്നു. കാരണം എന്താണ്? അവരിൽ അശുദ്ധിയേക്കാൾ കൂടുതൽ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തയും, അവരിൽ ലോകത്തിൻ്റെ മായിക മോഹങ്ങളെക്കാൾ ലോകത്തെ സൃഷ്ടിച്ചവനെ കുറിച്ചുള്ള ചിന്തയും അവരിൽ രൂഢമൂലമായിരുന്നതുകൊണ്ട്, വേരിറങ്ങിയതുകൊണ്ട്, ആഴ്ന്നിറങ്ങിയതുകൊണ്ട് യേശുവിനെ കാണുമ്പോൾ, ദിവ്യകാരുണ്യത്തെ കാണുമ്പോൾ മറ്റെല്ലാം മറന്ന് അവർ നിലം പറ്റെ ചുംബിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ചിരുന്നു. ദൈവവചന വായനയെക്കുറിച്ച് സെൻറ്റ് ജോൺ ദ ക്രിസ്റ്റോസ്റ്റം പറയുന്നത്, ഓർപ്പിക്കുന്നത് ഇതാണ്: ദൈവവചനം കേൾക്കുന്നവർ ലേഖനം വായിക്കുമ്പോഴും സുവിശേഷം വായിക്കുമ്പോഴൊക്കെ അതിൽ ശ്രോതാക്കളായി ദേവാലയത്തിലിരിക്കുന്നവർ എപ്രകാരമാണ്
ഇരുന്നതെന്ന്. രാജാതിരാജനായ കർത്താവും കർത്താതികർത്തനായ കർത്താവും തൻ്റെ ജീവിതത്തിലേക്ക് ഇതാ അടുത്ത നിമിഷങ്ങളിൽ ഇറങ്ങി വരുവാൻ തക്കതായി സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മയായിരുന്നു വചനം വായിക്കുന്ന സമയത്ത് ദൈവജനത്തിലുള്ളത്. വചനം പ്രഘോഷിക്കുന്നവർക്കാവട്ടെ, അവർ തങ്ങളെ തന്നെ മറന്ന് ദിവസങ്ങളോളം ഒരുക്കമുള്ളവരായി താൻ പ്രഘോഷിക്കുന്ന ദൈവവചനം തന്നെ വെളിപ്പെടുത്തുന്നതോ തൻ്റെ പേരും പെരുമയും ശബ്ദവും ഒന്നും പ്രകടിപ്പിക്കുന്നതോ അല്ല, മറിച്ച് കർത്താവിനെ ദൈവജനത്തിന് നൽകുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വമെന്ന തിരിച്ചറിവിൽ ദിവസങ്ങളോളം ഒരുക്കത്തോടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും, ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എന്ന് പറയുന്ന ഒരു നേരമെങ്കിലും ഉപവസിക്കുന്ന ശീലം സാധാരണ ഒരു ക്രിസ്ത്യാനിക്കുണ്ടല്ലോ, അങ്ങനെ ഒരുക്കത്തോടുകൂടി അവർ ദൈവവചനത്തെ സമീപിക്കുകയും ദൈവവചനം അവർ പ്രഘോഷിക്കുകയും ചെയ്യുന്നു. തങ്ങളെ തന്നെ മറന്നുകൊണ്ട് അവർ ദൈവവചനം പ്രഘോഷിക്കുന്നു. ഈ വചനമാകട്ടെ ശ്രോതാക്കൾ കർത്താതികർത്താനായ കർത്താവും രാജാതിരാജനായ ക്രിസ്തുവും തൻ്റെ ജീവിതത്തിലേക്ക് താമസമിന എഴുന്നള്ളി വരുവാൻ പാകമായിരിക്കുന്നു. പാകമാക്കുവാൻ, തൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടി പാകമാക്കുവാനാണ് ഈ ദൈവത്തിൻ്റെ വചനം കടന്നു വരുന്നത് എന്ന തിരിച്ചറിവിലാണ് അവർ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നത്. ബ്ലെസ്ഡ് വെറോനിക്ക ബിനാസ്കോ എന്ന പട്ടണത്തിലെ വാഴ്ത്തപ്പെട്ട വെറോനിക്ക പറയുന്നൊരു കാര്യമുണ്ട്. കന്യാസ്ത്രീയായിരുന്നു. ആ കന്യാസ്ത്രീ കർത്താവുമായുള്ള അഗാധമായ സ്നേഹത്തിൽ ജീവിച്ച് ദൈവശുശ്രൂഷയിൽ ആഴപ്പെട്ടതാണ്. അച്ഛൻ ഈ പറയുന്ന പേരുകളെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഗൂഗിളിൽ നോക്കിയാൽ അവരുടെ ജീവചരിത്രം, ജോസഫേസ്, സെൻറ്റ് ജോൺ ദ ക്രിസ്റ്റോസ്റ്റം, അതുപോലെ തന്നെ ബ്ലെസ്ഡ് വെറോനിക്ക, ബിനാസ്കോ, ഇതെല്ലാം പണ്ടത്തെ പോലെ കെട്ടുകഥകൾ പറഞ്ഞോ എന്ന് ഒരാൾ പോലും സംശയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ല. ധ്യാനഗുരു സംഭവങ്ങൾ പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് ചെളിപുരണ്ട ജീവിതവുമായി ലോകമോഹങ്ങളിൽ പുതഞ്ഞു കിടക്കുന്ന ജീവിതങ്ങൾ, അതിനെയെല്ലാം ന്യായീകരിച്ച് ചിന്തിക്കുവാൻ പിശാച് പ്രേരിപ്പിക്കും, തിന്മ പ്രേരിപ്പിക്കും, അവൻ്റെ ഉള്ളിലെ പാപം പ്രേരിപ്പിക്കും. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഒരർത്ഥവുമുള്ളതല്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ വീഴ്ചയിൽ കിടക്കുന്നവന് പോലും അത് സത്യമാണോ എന്ന് തിരിച്ചറിയാൻ പാകത്തിൽ ഇന്ന് നമ്മുടെ എല്ലാ കൈവിരൽ തുമ്പിൽ അതിനുള്ള സാധ്യതകളുണ്ട്. വെറോനിക്ക പറയുകയാണ്, വാഴ്ത്തപ്പെട്ട വെറോനിക്ക പറയുകയാണ്, ഒരു ദിവസം കർത്താവിൻ്റെ ആലയത്തിൽ പ്രാർത്ഥനയ്ക്കായി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു 2-3 നിരയ്ക്ക് മുന്നിൽ എൻ്റെ ഒരു സഹോദരി സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എനിക്ക് ആ സിസ്റ്ററിനെ വലിയ ഇഷ്ടമാണ്. ആ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയും പ്രാർത്ഥനാ രീതിയും, കൈകൂട്ടിപ്പിടിക്കുന്ന രീതിയും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം മനസ്സിൽ അനുഭവിക്കാറുണ്ട്. ഒരു പ്രാവശ്യം പരിശുദ്ധ കുർബാന ആരംഭിക്കുന്ന ആ സമയത്ത് ഇതേപോലെ ആ സിസ്റ്ററിനെ ഒന്ന് ശ്രദ്ധിച്ചു. വെറോനിക്ക, വാഴ്ത്തപ്പെട്ട വെറോനിക്ക പറയുകയാണ്, ശക്തമായ ഒരു അടിയോടുകൂടി എൻ്റെ കാവൽ മാലാക എനിക്കിട്ട് എന്നെ അടിച്ചു വീഴ്ത്തിയതുപോലെ ഞാൻ പെട്ടെന്ന് ഇരുന്നു പോയി. കാതിലൊരു സ്വരം ഉയർന്നു, നീ ആരെയാണ് പ്രധാനമായി നീ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഈ പരിശുദ്ധ ബലിയിൽ നീ ആരെയാണ് നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ക്രിസ്തുവിന് കൊടുക്കേണ്ട അര നിമിഷം പോലും വ്യക്തികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നിനക്ക് തിരിച്ചറിവില്ലേ? എങ്ങനെ രൂപാന്തരം സംഭവിക്കണമെന്ന് കർത്താവ് ഈ വചനത്തിലൂടെ, ഈ കാര്യങ്ങളിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. പത്രോസും യോഹന്നാനും യാക്കോബും അവർ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിനെ കാണുക മാത്രമല്ല, രൂപാന്തരപ്പെട്ടവരായി വിശുദ്ധിയുടെ ജീവിതയാത്രയിൽ സഹനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടായപ്പോഴും ക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോഴും ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ, കടമ മറക്കാതെ, താൻ ആരാണെന്ന് മറക്കാതെ
അവർ സഞ്ചരിച്ചതിൻ്റെ ബാക്കിപത്രമാണ്. അവർ അപ്പസ്തോലന്മാരായി ഉയർത്തപ്പെടുകയും അപ്പസ്തോലിക ഈ കാലഘട്ടത്തിലും അവരുടെ വാക്കുകൾക്കും അവരുടെ ജീവിതത്തിനും പ്രസക്തിയുള്ളതായി മാറുകയും ചെയ്തത്. ഓരോ കുടുംബത്തിലും കുടുംബനാഥനും കുടുംബനാഥയും യുവാവും യുവതിയും കുഞ്ഞുങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ കർത്തവ്യങ്ങളും അവരുടെ ജീവിത ശൈലികളും ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ പരിശുദ്ധ ബലിയിലൂടെ കർത്താവ് വളരെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ നമ്മെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കും.